അപ്പോൾ നമ്മളിത് ഇവിടുന്ന് വിട പറയാൻ പോവാണ്. നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോണത് ജിസ്പയിലേക്കാണ്. നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പോൾ സമയം 8:26. അതായത് ഒരു 9 മണി പിടിച്ചോ. 10, 11, 12, 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി, 6 മണി, 7 മണി, 8 മണിയാവും തോന്നുന്നുണ്ട് എത്താൻ. നമുക്ക് നോക്കാം. എന്തായാലും ഇവിടുന്ന് സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സീറ്റിൻ്റെ മുകളിലൊക്കെ ഐസ് കിടക്കായിരുന്നു കേട്ടോ. ഫുൾ ഐസ്, മഞ്ഞല്ല, അതായത് വെള്ളം ഈർപ്പം വന്നിട്ട് ഐസ് പിടിച്ച് നിൽക്കുക സീറ്റിൻ്റെ മുകളിൽ. അങ്ങനെ ഇനി നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടാവും എന്താണെന്നൊന്നും അറിയില്ല. എനിവേ, വാട്സ്ആപ്പ് നമ്പർ, ഗുഡ് മോർണിംഗ് ഫ്രം ഹൻലെ. അപ്പോൾ ഇനിയാണ് നമ്മൾ ബാക്ക് ടു കേരളം പിടിക്കണത്. ഇതാണ് ഈ വില്ലേജിലെ രാവിലത്തെ വ്യൂസ് കേട്ടോ. ഫുള്ള് മൗണ്ടനാണ് ചുറ്റുഭാഗം. അതിന് നടുക്കിലാണ് ഒരു വില്ലേജ്, ഹൻലെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഹൻലയോട് വിട പറയണം. ഇന്നലെ നമ്മൾ ഉമ്മിലിങ്ങലിൽ പോയി. ഇന്ന് നമ്മൾ ഹൻലെ വിട പറയാൻ പോവാണെന്ന്. പിന്നെ എന്താ സംഭവിച്ചാൽ നമ്മുടെ പെട്രോള് അങ്ങോട്ട്, അതായത് ജിസ്പ വരെ എത്തുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു ഡൗട്ടുണ്ട്, എത്തില്ല എന്നുള്ളൊരു ഡൗട്ടുണ്ട് എനിക്ക്. നമുക്ക് നോക്കാം, ലോമോലൊക്കെ അന്വേഷിച്ച് നോക്കാം പെട്രോൾ കിട്ടുമെന്ന്. നമുക്ക് ആ ഇവിടുന്ന് ക്യാരി ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു നമ്മുടെ ഹോം സ്റ്റേന്ന്. അവിടെ അടുത്ത് പെട്രോൾ കിട്ടാണ്ടായിരുന്നു. ഞാനിത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഫുൾ ടാങ്ക് ഉണ്ട്. ഫുൾ ടാങ്ക് ആണെങ്കിൽ എത്തും, അത് യാതൊരു അംശമില്ല. പക്ഷെ ഫുൾ ടാങ്ക് ഇന്നിപ്പോൾ 2 ഘട്ടം കുറഞ്ഞു പെട്ടെന്ന്. അതേ പിന്നെ ഒരു സംശയം. ഇപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ വന്നത് ഫുള്ള് വറ്റിയിട്ടാണല്ലോ ഹോം സ്റ്റേയിലേക്ക് എത്തിയത്. അതായത് ഉമ്മിലിങ്ങിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ കുറേ പെട്രോള് വറ്റിയിട്ടാണ് നമ്മൾ വന്നതേ. അതായത് ഒട്ടും ഇല്ലാണ്ടാണ് നമ്മൾ ഹോം സ്റ്റേയിൽ എത്തിയത് എന്തായാലും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇന്ന് 4 ഘട്ടമുള്ളൂ. ഈ 4 ഘട്ടം കൊണ്ട് നമ്മൾ എത്തുമോ? ഇല്ല.